Hi guys and welcome to today's video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എ ഐ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൗ ദ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എയിംസ് ടു കണ്ടെയ്ൻ ചൈനാസ് എ ഐ ഇൻഡസ്ട്രി. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഓഫ് ദിസ് ന്യൂസ്. പ്രിലിംസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് വിച്ച് ഈസ് കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അതേപോലെ മെയിൻസിൽ ജി എസ് പേപ്പർ 2 അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് effect of policies and politics of developed and developing countries on India's Indian diaspora. So let's look into the background of this news. നമുക്കിവിടെ യു എസിൻ്റെയും ചൈനയുടെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവർ രണ്ടുപേരും ടെക് ജൈൻസ് ആണ്, അതേപോലെ രണ്ടുപേരും ഗ്ലോബൽ പവേഴ്സ് ആണല്ലേ. ഇവർ മെയിനായിട്ട് ഇപ്പോൾ ഇവരുടെ റൈവലറി അവർ കൊണ്ടുവന്നിരിക്കുന്നത് മെയിനായിട്ട് രണ്ട് സ്ഥലങ്ങളിലാണ്. ഒന്ന് എ ഐയിലാണ്, പിന്നെ ഒന്ന് ടാരിഫിലാണ്. ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മറ്റൊന്ന് ടാരിഫ്, ടാക്സ് ഓൺ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ യു എസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് അവരാണ് ഇവരുടെ ട്രേഡും അതേപോലെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന യു എസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് ആണ്. അവർ ഒരു റൂള് ക്യാൻസൽ ചെയ്തു. ആ റൂളിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിഫ്യൂഷൻ റൂൾ. ഇത് എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിഫ്യൂഷൻ റൂൾ എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ഈ ഒരു റൂള് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെയ് 15 ആയിരുന്നു. പക്ഷേ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത് മെയ് 15. അപ്പോൾ അതിന് കുറച്ച് മുമ്പ് അവരത് റിമൂവ് ചെയ്തു. ദേ റിമൂവ്ഡ് ഇറ്റ് ജസ്റ്റ് ഡേയ്സ് ബിഫോർ ഇറ്റ് വാസ് സെറ്റ് ടു ബിഗിൻ. ഈ ഒരു റൂള് കൊണ്ടുവന്നത് നമ്മുടെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്തായിരുന്നു ആൻഡ് വാസ് മീൻ ടു കൺട്രോൾ ഹൗ എ ഐ ടെക്നോളജി സ്പ്രെഡ്സ്. എ ഐ ടെക്നോളജി എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു എന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നൊരു റൂളായിരുന്നു. ആൻഡ് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഈ ഫോറിൻ റൈവൽസ്, അതായത് എസ്പെഷ്യലി ചൈനയ്ക്കൊന്നും ഇങ്ങനത്തെ ഒരു അഡ്വാൻസ്ഡ് എ ഐ യു എസ് എന്തെങ്കിലും ഒരു അഡ്വാൻസ് ആയിട്ടുള്ള എ ഐ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും അവർക്ക് കിട്ടരുത്, മെയിനായിട്ട് അവരുടെ ഫോറിൻ റൈവൽസിന് കിട്ടരുത് എന്ന് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ യു എസ് ഇങ്ങനെ ഒരു റൂള് കൊണ്ടുവരാനിരുന്നത്. പക്ഷേ യു എസ് അത് ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ആ ഒരു റൂള് യു എസ് ക്യാൻസൽ ചെയ്തു. ദാറ്റ് വുഡ് ഹാവ് റെസ്ട്രിക്റ്റഡ് ദി ഷെയറിംഗ് ഓർ യൂസ് ഓഫ് എ ഐ ടെക്നോളജി. അപ്പോൾ ഇത് കാണിക്കുന്നത് ഹൗ എ ഐ ഈസ് ബിക്കമിങ് എ കീ ഇഷ്യൂ ഇൻ യു എസ് ചൈന കോമ്പറ്റീഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ശബ്ദത്തിന് ഇത്തിരി പ്രശ്നമുണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ ഈ ഒരു എ ഐ ഡിഫ്യൂഷൻ റൂളിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തല്ലോ നേരത്തെ. ഈ ഒരു പ്ലാന് കൊണ്ടുവന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ ടൈമിലായിരുന്നു. നമുക്ക് ഒരു 2025 ജനുവരിയിലാണ് അത് കൊണ്ടുവന്നത് തോന്നുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അഡ്വാൻസ്ഡ് യു എസ് മെയ്ഡ് എ ഐ ചിപ്പുകൾ അതർ കൺട്രീസിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് അതിനൊരു കൺട്രോൾ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു എ ഐ ഡിഫ്യൂഷൻ റൂൾ കൊണ്ടുവന്നത്. ടു കൺട്രോൾ ഹൗ അഡ്വാൻസ്ഡ് യു എസ് മെയ്ഡ് എ ഐ ചിപ്സ് ആർ ഷെയർഡ് വിത്ത് അതർ കൺട്രീസ്. അത് കൺട്രോൾ ചെയ്യാൻ. ഇതിൻ്റെ ഗോള് എന്താണെന്ന് വെച്ചാൽ, അതായത് എങ്ങനെയൊക്കെ യു എസിൻ്റെ അലൈസ് ആണെന്നുണ്ടെങ്കിലും പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവർക്കൊരു റൂള് വെക്കുക, ക്ലിയർ ആയിട്ടുള്ളൊരു റൂള് വെക്കുക. ഈ ഒരു എ ഐയുടെ ചിപ്സ് എങ്ങനെയൊക്കെ അവർക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് റൂള് ക്ലിയർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എ ഐ ഡിഫ്യൂഷൻ റൂൾ സഹായിക്കുമായിരുന്നു. ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് ദ റൂൾസ് ക്ലിയർ ഫോർ യു എസ് അലൈസ് ആൻഡ് പാർട്ട്നേഴ്സ്. അതേപോലെ ഈ ഒരു ചിപ്പ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസിങ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ ഈ ഒരു റൂള് സഹായിക്കുമായിരുന്നു. അതേപോലെ ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള എ ഐ ചിപ്സ് യു എസ് ഡെവലപ്പ് ചെയ്യുന്ന ഇങ്ങനത്തെ പവർഫുൾ ആയിട്ടുള്ള എ ഐ ചിപ്സ് യു എസിന് ത്രെട്ടാണ് എന്ന് തോന്നുന്ന കുറച്ച് രാജ്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ചൈന, റഷ്യ. അപ്പോൾ ഇവരുടെ കയ്യിലേക്കൊക്കെ എത്തും, പക്ഷേ അതിനൊരു റെസ്ട്രിക്ഷൻ വയ്ക്കുക. അപ്പോൾ അവരുടെ കയ്യിലേക്ക് മാക്സിമം അങ്ങനത്തെ നല്ല ടോപ്പ് ക്ലാസ് സാധനങ്ങളൊന്നും എത്താണ്ടിരിക്കാൻ നോക്കുക. അതിന് വേണ്ടിയിട്ടും കൂടി ഈ ഒരു എ ഐ ഡിഫ്യൂഷൻ റൂൾ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ടു സ്റ്റോപ്പ് പവർഫുൾ എ ഐ ചിപ്സ് ഫ്രം റീച്ചിങ് കൺട്രീസ് ദ യു എസ് സീസ് ആസ് എ ത്രെറ്റ്. ഇതിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാം യു എസിൻ്റെ ഏറ്റവും വലിയ എതിരാളി ഇപ്പോൾ ചൈനയാണ്. ചൈനയുടെ മെയിൻ 2 എതിരാളീസാണ് ഇപ്പോൾ സൗത്ത് കൊറിയയും ജപ്പാനൊക്കെ. അവർ യു എസിൻ്റെ ക്ലോസ് അലൈസാണ്. അവർക്ക് വളരെ കുറച്ച് റെസ്ട്രിക്ഷൻസേ ഉള്ളൂ. ഈ അഡ്വാൻസ് എ ഐ ചിപ്പ് അവർക്ക് അവരുടെ നാട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി വളരെ കുറച്ച് റെസ്ട്രിക്ഷൻസേ ഉള്ളൂ, ഫ്യൂ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കൊക്കെ അല്ലെങ്കിൽ അവർക്കൊരു ലിമിറ്റ് ഉണ്ട്. ഈ സാധനങ്ങൾ അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ഒരു ലിമിറ്റ് ഓൾറെഡി US വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സാധനങ്ങളൊന്നും അവർക്ക് കൊടുത്തു വിടുന്നുണ്ടാവില്ല. ഓക്കെ, പക്ഷെ ഇങ്ങനെ ഒരു റൂള് വന്നു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ഹാവ് മെയ്ഡ് ദോസ് ഈവൺ സ്ട്രിക്റ്റർ. അതേപോലെ ഇതിൽ രണ്ടിലും പെടാത്ത ക്ലോസ് അലൈസും അല്ല എന്നാൽ അഡ്വേഴ്സറീസും അല്ല എന്നുള്ള രണ്ട് കൺട്രീസ് ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെക്സിക്കോ ഇസ്രായേലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു AI ചിപ്സേ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദേ കുഡ് ഓൺലി ഇമ്പോർട്ട് എ ലിമിറ്റഡ് നമ്പർ ഓഫ് AI ചിപ്സ്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50,000 GPUവിൻ്റെ മേലെ അവർക്ക് ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, ഇമ്പോർട്ട് ചെയ്യാൻ കഴിയില്ല, സോറി, ടു സ്റ്റോപ്പ് ചിപ്സ് ഫ്രം ബീയിങ് സീക്രറ്റ്ലി സെൻഡ് ടു US അഡ്വേഴ്സറീസ്. അതായത് US-ൻ്റെ എതിരാളികളുടെ കയ്യിൽ ചിലപ്പോൾ ഇവർ കയറ്റി അയക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്തൊന്നും ഇവർക്കും കൊടുക്കില്ല എന്ന് ആ ഒരു റൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഷോർട്ടായിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ ഇസ്രായേലും മെക്സിക്കോൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ US-ൻ്റെ എനിമീസ് അല്ല എന്ന് വെച്ച് ടോപ്പ് അലൈസ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സോ US ഭയക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു AI ചിപ്സ്, ഈ GPU എന്നത് ഉദ്ദേശിക്കുന്നത് പവർഫുൾ AI ചിപ്സ് ആണ്. സോ US ഭയക്കുന്നത് ഇത് ചിലപ്പോൾ ഇവർ ചൈനയിലേക്ക് കൊടുക്കും എന്ന് US-ന് നല്ല പേടിയുണ്ട്. സോ ദ റൂൾ സെറ്റ് ദീസ് കൺട്രീസ് കുഡ് ഓൺലി ബൈ എ ലിമിറ്റഡ് നമ്പർ ഓഫ് AI ചിപ്സ്. അതായത് 50,000 GPUസിൻ്റെ അടുത്ത് ഇവർക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ടു മേക്ക് ഷുവർ ദ ചിപ്പ് ഡസൻറ്റ് എൻഡ് അപ്പ് ഇൻ റോങ് ഹാൻഡ്സ്. സോ ഇറ്റ് വാസ് ലൈക്ക് സെറ്റിംഗ് എ ലിമിറ്റ് ടു ഹെൽപ്പ് കൺട്രോൾ വേർ ദ ടെക്നോളജി ഗോസ്. സോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ, ട്രംപിൻ്റെ കാലഘട്ടമായപ്പോൾ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് ചേഞ്ചസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്താ തീരുമാനിച്ചതെന്ന് വെച്ചാൽ ടു ഗെറ്റ് റിഡ് ഓഫ് ദി ഓൾഡ് AI ചിപ്പ് എക്സ്പോർട്ട് റൂൾസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു റൂൾ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ക്ലോസ് അലൈസിന് എങ്ങനെ കൊടുക്കണം, അഡ്വേഴ്സറീസിന് എങ്ങനെ കൊടുക്കണം, മിഡിൽ ഗ്രൂപ്പിന് എങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് എക്സ്പോർട്ട് റൂൾസ് ഇവർക്ക് വേറെ വേറെ ആയിരുന്നല്ലോ. ഓക്കെ, അതൊരു ടയർ സിസ്റ്റം ആയിരുന്നു ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷൻ സമയത്ത്. അപ്പോൾ ട്രംപ് വന്നപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിൾ അപ്രോച്ച് കൊണ്ടുവന്നു. ഇതിൽ ഹി റീപ്ലേസ് ദം വിത്ത് എ മോർ ഫ്ലെക്സിബിൾ അപ്രോച്ച്. സോ ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് വൺ സെറ്റ് ഓഫ് റൂൾസ് ഫോർ എവരി വൺ, എല്ലാവർക്കും ഒരു സെറ്റ് റൂൾസ് ഉപയോഗിക്കാതെ ട്രംപിന് ഡയറക്റ്റായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം കൺട്രീസുമായിട്ട്. ഒരു കേസ് ബൈ കേസ് ഡീൽസിനാണ് ട്രംപ് നോക്കുന്നത്. ഓക്കെ, ട്രംപ് വാണ്ട്സ് ടു നെഗോഷിയേറ്റ് ഡയറക്ട്ലി വിത്ത് ഈച്ച് കൺട്രി. സോ ഈ ഒരു ന്യൂ അപ്രോച്ച് ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. ഒന്ന്, ഇപ്പോൾ ഹവായി നമുക്കറിയാം, ഹവായിയുടെ AI ചിപ്സ്, അതായത് ഹവായി എന്ന് പറയുന്ന ഒരു ചൈനീസ് MNC ആണ്. സോ അവരുടെ AI ചിപ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത്, ടഫ് വാർണിംഗ്, സോ നോട്ട് ടു യൂസ് ചൈനീസ് കമ്പനി ഹവായിസ് AI ചിപ്സ്. അതേപോലെ US-ൻ്റെ AI ചിപ്സ് ചൈനയുടെ AI ട്രെയിനിങ്ങിനൊന്നും കൊടുക്കരുത്, അത് ബാൻ ചെയ്തു. ബാനിങ് ദ യൂസ് ഓഫ് US AI ചിപ്സ് ഇൻ ചൈനാസ് AI ട്രെയിനിങ്. സോ ഇതിൻ്റെ ഒരു ബിഗ് പിക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ ബൈഡൻ ആണെന്നുണ്ടെങ്കിലും ട്രംപ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടത് ഒരേ കാര്യമാണ്. സോ ടു കീപ് ദി US ahead ഇൻ ദി AI. ഓക്കെ, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ US-നെ മുന്നിലേക്ക് കൊണ്ടുവരിക ആൻഡ് ചൈനേനെ സ്റ്റോപ്പ് ചെയ്യുക ഫ്രം യൂസിങ് പവർഫുൾ AI. ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഒരു എക്കണോമിക് അഡ്വാൻറ്റേജിന് ചൈന അങ്ങനൊരു AI യൂസ് ചെയ്യണതിന് വിലക്കുക, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് US-ൻ്റെ ആ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ബൈഡൻ അഡ്മിനിസ്ട്രേഷനും ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ബൈഡൻ ഒരു കുറച്ചും കൂടി സ്ട്രക്ചേർഡ് റൂൾസാണ് കൊണ്ടുവന്നത്, അതേപോലെ അലൈസായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാമെന്നാണ് ബൈഡൻ ശ്രമിച്ചത്. പക്ഷേ ട്രംപ് കുറച്ചും കൂടി ഡയറക്റ്റ് ഡീലായിട്ട് കുറച്ചും കൂടി ഒരു പ്രഷർ ടാക്ടിക്സ് എന്ന് നമുക്ക് പറയാം, കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള പ്രഷർ ടാക്ടിക്സ് ആണ് ട്രംപ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ട്രംപ് പ്രിഫേഴ്സ് ഡയറക്റ്റ് ഡീൽസ് ആൻഡ് സ്ട്രോങ്ങർ പ്രഷർ ടാക്ടിക്സ് while Biden used structured rules and he worked with the allies. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ചൈനയാണെന്നുണ്ടെങ്കിലും US ആണെന്നുണ്ടെങ്കിലും അവർ തമ്മിലുള്ള ഒരു ട്രേഡ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ടാരിഫ് വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു AI റൂൾസ് അവരുടെ ടാരിഫ് വാറുമായിട്ട് കണക്റ്റ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു US ചൈന ടാരിഫ് വാർ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഫൈറ്റ് ഓവർ ട്രേഡ്. അപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് US എക്സ്ട്രാ ടാരിഫ്സ് അടിച്ചു കൊടുക്കുകയാണ്, എക്സ്ട്രാ ടാക്സ് ആ ഒരു ഇതിന് മേലെ ചാർത്തുകയാണ്, അല്ലേ? ഈ ഒരു ചൈനയിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സിന് മേലെ എക്സ്ട്രാ ടാക്സ് അവർ കൊടുക്കുകയാണ്, ടാരിഫ്. അപ്പോൾ അത് മോർ എക്സ്പെൻസീവ് ആവും. അപ്പോൾ ഇത് ബൈഡന് മുമ്പ് ട്രംപ് ആയിരുന്നല്ലോ. അപ്പോൾ ട്രംപിൻ്റെ ആ ഒരു ടൈം തൊട്ടേ ഇതിങ്ങനെ നടന്നു വന്നിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ബൈഡൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിൽ അത് കണ്ടിന്യൂ ചെയ്തു വന്നു. സോ ഈ ഒരു ടാരിഫ്സ് നമുക്കറിയാം, ടാരിഫ് കൂടുതലായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് മോർ എക്സ്പെൻസീവ് ടു ബിൽഡ് ടെക്നോളജിക്കൽ പ്രൊഡക്ട്സ്.
അപ്പോൾ AI ഹാർഡ്വെയർ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിപ്സിനും അതിൻ്റെ കോമ്പോണൻസിനും ഒക്കെ നമുക്ക് അറിയാം അത് കൂടുതൽ എക്സ്പെൻസീവ് ആവും ടു ബിൽഡ് ടെക് പ്രൊഡക്ട്സ്. സോ ഈ ഒരു സെയിം ടൈമിൽ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ US ചിപ്പ് കമ്പനീസിൻ്റെ മേലെ പിന്നെയും കുറച്ച് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ US ചിപ്പ് കമ്പനീസിനും അല്ല, ഈ ചൈനയിലേക്ക് സാധനം കൊടുക്കുന്ന ചില കമ്പനീസ് ഉണ്ട്. സോ ദർ ആർ സം US ചിപ്പ് കമ്പനീസ് ദാറ്റ് സെൽ ടു ചൈന. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ US ഉദ്ദേശിക്കുന്നത് ചൈനയ്ക്ക് ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള USൻ്റെ AI ടെക്നോളജി കിട്ടണ്ട എന്ന് തന്നെയാണ്. സോ ഇറ്റ് വിൽ മേക്ക് ഹാർഡർ ഫോർ ചൈന ടു ഗെറ്റ് അഡ്വാൻസ്ഡ് AI ടെക്നോളജി. സോ USൻ്റെ ഈ ഒരു ടാരിഫ് റൂൾസും അതേപോലെ ടെക് റൂൾസും ദേ ടുഗെദർ ഇസ് യൂസ് ടു സ്ലോ ഡൗൺ ചൈനാസ് പ്രോഗ്രസ് ഇൻ AI. അതേപോലെ USൻ്റെ ആ ഒരു AI അല്ലെങ്കിൽ ടെക്നോളജിയിലുള്ള ആ ഒരു ആധിപത്യം കുറച്ചും കൂടി ഉറപ്പിക്കാൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇങ്ങനത്തെ റൂൾസിലൂടെ സാധിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ US ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അവരുടെ പോളിസിയും കാര്യങ്ങളൊക്കെ അവർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിളായിട്ട് ഈ ഒരു AI റൂൾസിൻ്റെ കാര്യം അത് അവർ ക്യാൻസൽ ചെയ്തു. May 15 തുടങ്ങുമെന്ന് പറഞ്ഞാൽ അത് ക്യാൻസലായി. അതേപോലെ ചൈനയായിട്ടുള്ള ടെൻഷൻസ് എല്ലാ ദിവസവും കൂടി കൂടി വരികയാണ്. ഓക്കെ, ചൈനയായിട്ടുള്ള ടെൻഷൻസ് ഇപ്പോൾ ഭയങ്കര ഹൈ ആണ്. ഇത് ഭയങ്കര ഒരു അൺസർട്ടൈനിറ്റിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ടെക്നോളജിക്കൽ കമ്പനീസിൻ്റെ ഇടയിൽ. സോ ഒരുപാട് കൺഫ്യൂസിങ് റൂൾസ് കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പണിയാണ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ടെക്നോളജിക്കൽ കമ്പനീസൊക്കെ വളരെ അൺസർട്ടൈനായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ 3 കൺട്രീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒന്നെങ്കിൽ അലൈസ് അല്ലെങ്കിൽ എനിമീസ് അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാണ്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. ഇപ്പോൾ ഇസ്രായേൽ മെക്സിക്കോൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു തേർഡ് ടയർ കൺട്രീസ്, അവർക്ക് ഇനി മോർ അറ്റൻഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഒരുപാട് പ്രഷറും കൂടി USൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ലോങ് ടേം ഔട്ട്ലുക്ക് നമ്മൾ നോക്കുമ്പോൾ വാട്ട് മൈറ്റ് ഹാപ്പൻ നെക്സ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും കമ്പനീസ് വിൽ ട്രൈ ടു റെഡ്യൂസ് ദെയർ റിസ്ക്. ഒന്ന്, അവർ ഫ്രണ്ട് ഷോറിങ്ങിലൂടെ ഈ ഒരു റിസ്ക് കുറയ്ക്കാൻ നോക്കും. ഫ്രണ്ട് ഷോറിങ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു സപ്ലൈ ചെയിൻ കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള അവരുടെ അലൈഡ് കൺട്രീസിലൂടെ കൊണ്ടുപോവുക. ഓക്കെ, ദാറ്റ് ഈസ് മീൻ ബൈ ഫ്രണ്ട് ഷോറിങ്. അതേപോലെ ടെക്നോളജിക്കൽ സിസ്റ്റം അവരവരുടെ സ്ഥലത്ത് ഉണ്ടാക്കുക. ഓക്കെ, ഗ്ലോബലി അല്ലാതെ ടെക്നോളജിക്കൽ സിസ്റ്റം ഉണ്ടാക്കുക ദാറ്റ് വർക്ക് മോർ ഇൻ സർട്ടൻ റീജിയൻസ്. ഇറ്റ് ഈസ് നോൺ ആസ് റീജിയണലൈസിങ്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ, ഒന്ന് ഫ്രണ്ട് ഷോറിങ്ങിലൂടെയും റീജിയണലൈസിങ്ങിലൂടെയും കമ്പനീസ് അവരുടെ ആ ഒരു റിസ്ക് കുറയ്ക്കാൻ നോക്കും. ഇനി ചൈന വെറുതെ ഇരിക്കില്ല. ചൈന എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക നമുക്കറിയാം. ചൈനയുടെ തന്നെ ഒരു ചിപ്പ് ഇൻഡസ്ട്രി തുടങ്ങും ഇനി. ഓക്കെ, ചൈനയുടെ തന്നെ ഒരു ചിപ്പ് ഇൻഡസ്ട്രി തുടങ്ങാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ചൈനയ്ക്ക് US ടെക്നോളജീസിൽ റിലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ചൈനയിൽ തന്നെ ഉണ്ടാക്കിയ AI മോഡൽസ് അവരിനി they will create their own AI models which is completely fully made in China. സോ ഇനിയുള്ള കാലത്ത് വേൾഡ് കുഡ് എൻഡ് അപ്പ് വിത്ത് 2 സെപ്പറേറ്റ് ടെക്നോളജിക്കൽ സിസ്റ്റം. ഒന്ന് USഉം USൻ്റെ അലൈസും തമ്മിൽ ലീഡ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിക്കൽ സിസ്റ്റം, പിന്നെ ചൈനയുടെ കമ്പനിക്കാരും ലീഡ് ചെയ്യുന്ന വേറൊരു ടെക്നോളജിക്കൽ സിസ്റ്റം. അപ്പോൾ 2 ടെക്നോളജിക്കൽ സിസ്റ്റം ഇനി ഭാവിയിൽ ഉണ്ടാവുക. സോ ഈ ഒരു ഗ്രോയിങ് ടെൻഷനും അതേപോലെ ഈ ഒരു അൺക്ലിയർ റൂൾസും കൺട്രീസിനെ പുഷ് ചെയ്യുകയാണ് ടു കൺട്രീസിനെയും കമ്പനീസിനെയും ഒരേ സൈഡിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു പിക്ക് സൈഡ്സ്. ഏത് സൈഡ് ചൂസ് ചെയ്യണം? USൻ്റെ കൂടെ നിൽക്കണോ ചൈനയുടെ കൂടെ നിൽക്കണോ? അതേപോലെ തന്നെ ഈ ഒരു ഗ്ലോബൽ ടെക്നോളജിക്കൽ വേൾഡ് ഇനി 2 മേജർ ക്യാമ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ. സോ ഇനി നമ്മുടെ ഒരു കൺക്ലൂഷൻ പാർട്ടിലോട്ട് നമുക്ക് വരാം. സോ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കീ ടേക്ക് അവേ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം US ഇനിയിപ്പോൾ ബൈഡൻ വന്നാലും ട്രംപ് വന്നാലും ഇനി അങ്ങോട്ട് ആര് വന്നാലും ശരി അവർ നിർത്താനുള്ള ചാൻസ് ഒന്നുമില്ല. ഓക്കെ, ദ US ഈസ് ഇൻ ബാക്കിംഗ് ഡൗൺ. അവരുടെ ടാറ്റിക്സുകളൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും. സോ ദാറ്റ്സ് ദേ ജസ്റ്റ് ചേഞ്ച് ദെയർ ടാറ്റിക്സ്. സോ ഇവരുടെ മെയിൻ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി ഒരിക്കലും ചൈനയ്ക്ക് കിട്ടരുത്. അത് ഇവരുടെ ഒരു മെയിൻ ഗോളാണ്. അതേപോലെ തന്നെ ഈ ഒരു ടെക്നോളജിക്കൽ വാർ ബിറ്റ്വീൻ ദി US ആൻഡ് ചൈന ഈസ് സ്റ്റിൽ ഗോയിങ് സ്ട്രോങ് അല്ലേ. അപ്പോൾ അവർ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് 2 റൂൾസാണ്. ഒന്ന്, ആർക്കൊക്കെ USൻ്റെ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു AI ചിപ്പുകൾ കിട്ടണം, ആ ഒരു എക്സ്പോർട്ട് റൂൾസ്. ഓക്കെ, കൺട്രോളിങ് ഹൂ ഗെറ്റ്സ് ദി US ടെക്നോളജി എന്നുള്ളത് അവരുടെ ആ ഒരു AI എക്സ്പോർട്ട് റൂൾസ് കൺട്രോൾ ചെയ്യുക. പിന്നെ അതേപോലെ ടാരിഫ്സ് ആണ്. ഇപ്പോൾ ചൈനയുടെ ഏതെങ്കിലും ഒരു സാധനം USലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ടാരിഫ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനങ്ങൾക്കൊക്കെ വില കൂടും അല്ലേ. സോ അത് അവർക്ക് ചൈനയ്ക്ക് അത് ഭയങ്കര നഷ്ടമായിരിക്കും. സോ ടാക്സസ് ഓൺ ഗുഡ്സ് ടു റേസ് കോസ്റ്റ് ഫോർ റൈവൽസ്
ഐ മീൻ ടാക്സിങ് അല്ലെങ്കിൽ ടാരിഫ്സ്. ഒന്ന് AI എക്സ്പോർട്ട് റൂൾസിലൂടെയും ടാരിഫ്സിലൂടെയാണ്. ഇതാണ് ഇവരുടെ മെയിൻ ടൂൾസ്. ഓക്കെ, ഈ ഒരു ടെക്നോളജിക്കൽ വാറിൽ. സോ ഇതിൻ്റെ റിസൾട്ടായിട്ട് ഗ്ലോബൽ ടെക് ഇൻഡസ്ട്രീസ് ഷുഡ് പ്രിപ്പയർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടെൻഷൻ ആൻഡ് അൺസർട്ടനിറ്റി. ആൻഡ് ഈ ഒരു റൂൾസൊക്കെ ഇങ്ങനെ ദിനം ദിനം മാറിക്കൊണ്ടിരിക്കുക, അതേപോലെ വിലകൾ കൂടിക്കൊണ്ടിരിക്കുക, പിന്നെ ആരൊക്കെ ഏതൊക്കെ സൈഡിൽ നിൽക്കണം, ആ ഒരു ഗ്രോയിങ് പ്രഷർ ടു പിക്ക് സൈഡ്സ്. സോ ഇതൊക്കെ ഗ്ലോബൽ ടെക് ഇൻഡസ്ട്രിയെ ഭയങ്കര അധികം എഫക്റ്റ് ചെയ്യും. സോ അവർ ഒരു ലോങ് പീരീഡ് ഓഫ് ടെൻഷനും അൺസർട്ടനിറ്റിയും ഒക്കെ ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കണം. So, in short, we can say that the fight over tech leadership is far from over, and it's going to keep affecting companies and countries around the world. എന്നുള്ളതാണ്. So, that's the end of today's video. So, നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. Okay, bye, have a nice day.